നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ചേട്ടാ, നവീൻ ബാബു വിഷയം വീണ്ടും നമ്മളെ വാർത്തകളിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും PPDB എന്ന പേരും വീണ്ടും കുറെ കാലത്തിന് ശേഷം PPDBയുടെ പേരും നവീൻ ബാബുവിൻ്റെ പേരും വീണ്ടും നിറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്ന സമയത്ത് CBI പറഞ്ഞു ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണെന്ന് തോന്നി കേസ്. സാധാരണ പലപ്പോഴും അവരങ്ങനെ സംഭവിക്കാറുള്ളതല്ല. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രമാത്രം കേസുകളുണ്ട്, ആൾ കുറവാണ് CBIയിൽ. തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഞെട്ടി. സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയമാണ്. കാരണം അവർ കരുതിയത് ഒരു CBI ഞങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറയുമെന്നായിരിക്കും കരുതിയത്. പക്ഷേ പറയേണ്ടത് തൽക്കാലം CBIയുടെ ആവശ്യമില്ല, നമ്മളിവിടെ ഊർജ്ജസ്വലമായിട്ട് അതെ അതിൻ്റെ ഭാഗമായി അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ഊർജ്ജസ്വലമായി അന്വേഷിക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ വീട്ടിലന്ന് എത്തി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട്, ഞങ്ങൾ ഇരയോടൊപ്പമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു. എന്നിട്ട് ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ഗോവിന്ദ മാഷിൻ്റെ സഹധർമ്മിണികൾ ഉൾപ്പെടെയുള്ള CPM വനിതാ നേതാക്കളെല്ലാം എത്തി ആനയിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ഏറ്റവും ഒടുവിൽ PP ദിവ്യ കേസും പ്രശ്നമൊക്കെ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നല്ലോ. ഇപ്പോൾ അറിയുന്നത് PP ദിവ്യയ്ക്ക് നല്ലൊരു പദവി വീണ്ടും കൊടുക്കാൻ പോകുന്നതാണ്. ദിവ്യ ലേംലൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അവരിപ്പോഴല്ല, നേരത്തെ തന്നെ. കാരണം ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്രയും നമുക്ക് ദുരൂഹതകൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം ആ കുടുംബം പറയുന്നത് നമുക്ക് തീരെ, ഇപ്പം കുടുംബം പറയുന്നത് ഒരു കൊലപാതകമായിരിക്കാം എന്ന് അവർ പറയുന്നുണ്ട്, നമുക്ക് തീരെയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ സംഭവം നടന്ന് ഇപ്പോൾ ഈ ഒരു മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ദുരൂഹത വരുന്നത്. അതുകൊണ്ട് കോടതി പോലും അതിനകത്ത് ഒറ്റയടിക്കൊരു തീരുമാനം പറയുന്നത്. അതുകൊണ്ടാണ് CBI വരണമെന്ന് കോടതി ചോദിച്ചു. CBIക്ക് താല്പര്യമുണ്ട്. CBI അത് തള്ളിക്കളയൊന്നുമില്ല. അപ്പോൾ അതിന് നമുക്ക് നോക്കുമ്പോൾ എവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിന് തള്ളിക്കളയാനാകില്ല. നമുക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിൽ പോലും അവരുടെ പ്രവർത്തികൾ അങ്ങനെ നമ്മൾ ദുരൂഹത ജനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കുടുംബം വരുന്നതിന് മുൻപ് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 5 മണിക്കൂർ സമയമുണ്ട്. ഇവർ അരമണിക്കൂറിനകത്ത് തന്നെ പരിപാടികൾ നടത്തി ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതൊക്കെ കുടുംബം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ദുരൂഹതയാണ്. ഇത്രയും ഊർജ്ജസ്വലമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്കറിയാം, പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിലൂടെയെല്ലാം കണ്ടാണ് PP ദിവ്യ വന്നതും ഈ പറഞ്ഞതും ഇതൊക്കെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം എവിടെയൊക്കെ ഒരു ദുരൂഹതകൾ അവിടെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലേ ഉണ്ട്. അപ്പോഴും ഈ പോലീസിന്റെ പ്രവൃത്തിയും ഇത് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഭാഗ്യശക്തിനകത്ത് ഇടപെടലുണ്ടെന്ന് തോന്നും. അതിന്റെ തുടക്കതയാണ് ഇവിടെയും വരും. ഇപ്പോഴും പുതിയ പദവി കൊടുക്കാൻ പോകുന്നു എന്നാണ്. PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നു. അപ്പോൾ ഏതായാലും അവരുടെ പദവി ഒഴിഞ്ഞു കിടക്കുന്ന ആണല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അവരെ പദവി ഒഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിരുന്നു പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ അവരെ ഒഴിഞ്ഞ പദവിയിലേക്കാണല്ലോ വരേണ്ടത്. പക്ഷേ അതിന് പകരം പാർട്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതാണ് ഒരു പക്ഷേ ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് അവതരിപ്പിക്കുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണല്ലോ. ആ സമിതിയിലെ അംഗമായിരുന്ന വനിതാ നേതാവിനെ രാജിവെപ്പിച്ച് അവരെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. അത് ആരോഗ്യ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. അത് കഴിഞ്ഞ് PP ദിവ്യ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികം ദിവ്യ ചെയർപേഴ്സൺ ആക്കും. ഇത് ആലോചിച്ച് നോക്ക്. നമ്മുടെ പാർട്ടി പറയുന്നുണ്ടായിരുന്നു നമ്മളോടൊക്കെ തന്നെ, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, ഞങ്ങൾ എപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണെന്നൊക്കെ പറഞ്ഞ് നേതാക്കന്മാർ വീട്ടിലേക്ക് പോയതാണ്. മാത്രം അദ്ദേഹം ഒരു പാർട്ടി കുടുംബത്തിൽ അംഗമൊക്കെയാണ്. എന്നിട്ട് പോലും ഇപ്പോൾ അവർ ചെയ്യുന്നത് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഈ ഒരു പേരൊന്നും ആരോപണങ്ങളൊന്നും പാർട്ടി കണക്കിലെടുത്തിട്ടില്ല എന്നാണ്. അന്ന് തന്നെ ഈ ഒരു പരാതിക്ക് വന്നപ്പോൾ തന്നെ ഈ ഒരു കണ്ണിൽ പൊടികൾ ഇടാവുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു താഴ്ത്തി ഇറക്കി അങ്ങനെ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും നമുക്കത് അത്ഭുതമില്ലായിരുന്നു. കാരണം ഇത് കണ്ടതാണ് കുറെ. ഇപ്പൊ നമുക്ക് ശ്രീറാം വെങ്കട്ടരാമന്റെ കേസൊക്കെ കണ്ടപ്പോൾ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയുന്നെങ്കിൽ, അതുകൊണ്ട് തന്നെ ഇതൊന്നും കേട്ട് ചിലപ്പോൾ കേരളത്തിലെ മലയാളികളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് അത്ഭുതപ്പെടാനുള്ള കാര്യമില്ല. ഇത് ഇങ്ങനെയാണ് ഇവിടുത്തെ കീഴ്വഴക്കം. കാരണം ഒരു ഇപ്പം നമുക്കറിയാം, ഒരു പ്രതിയായിട്ട് നിൽക്കെ അവരെ തന്നെ വീണ്ടും ഇതിനകത്ത് പരിഗണിക്കുന്നു, വീണ്ടും സ്ഥാനമാനങ്ങൾ നൽകുന്നു, അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുന്നു. ഇത് നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഊർജ്ജം കൂടെ അല്ല. അത് CPM നൽകുന്ന സന്ദേശമാണിത്. ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ചെയ്തോ എന്നുള്ളതാണ് തിരിച്ചു. പാർട്ടി പണ്ട് MC ജോസഫും പറഞ്ഞു ഞങ്ങൾക്ക് പാർട്ടി കോടതിയും പോലീസും ഉണ്ടെന്ന് പറഞ്ഞതുപോലെ പാർട്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നു. ശരി, എന്നാൽ പിന്നെ PP വീണ്ടും വരട്ടെ സമിതിയിലത്തേക്ക്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി പുള്ളിക്കാർ തിരിച്ചു വരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. മാത്രമല്ല, ഇനിയിപ്പോൾ സമ്മേളനങ്ങൾ നടക്കുകയല്ലേ. ഒരു പക്ഷേ ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണല്ലോ മാറ്റിയത് നേരത്തെ. ചിലപ്പോൾ ജില്ലാ കമ്മിറ്റി പോലെ ചിലപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം പോലും ആയിക്കോട്ടെന്നില്ല നാളെ. പാർട്ടിയെ സംബന്ധിച്ച് അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ ഒരുപാട് സംഭവങ്ങൾ നോക്കുമ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും കരുനാഗപ്പള്ളിയിലെ അടിയും അല്ലെങ്കിൽ ആലപ്പുഴ പ്രശ്നം ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ പാർട്ടി ജനങ്ങൾ ഇപ്പോൾ അവർക്ക് പ്രശ്നമല്ല എന്നുള്ള അവസ്ഥയായി. തിരുവനന്തപുരത്ത് മറ്റേ റോഡ് തടഞ്ഞ്
സ്റ്റേജ് കെട്ടിയതും ഇതെല്ലാം ജനത്തിനെ വെല്ലുവിളിക്കുകയല്ലേ. എല്ലാ കാര്യത്തിലും ഇപ്പോൾ ജനങ്ങളാണ് ഇപ്പോൾ ശത്രുക്കൾ. ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയാണ് ഒരു വെല്ലുവിളിക്കുന്നത്. ഞങ്ങൾ ഇതെങ്ങനെ ചെയ്യും, നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവര് ഏകരും പോകുമ്പോഴേ ഇപ്പം സർക്കാരിന്റെ സർക്കാരിന്റെ ആയാലും ഈ പാർട്ടിയുടെ ആയാലും തന്നെ എല്ലാ ദുഷ്പ്രവർത്തികളും അറിയുന്ന ഒരു മീഡിയം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങൾ വഴിയാണ് പൊതുവെ വരുന്നത്. അപ്പം മാധ്യമങ്ങളെ വെല്ലുവിളിച്ച് അതുവഴി ജനങ്ങളിലെത്തുമ്പോൾ ജനങ്ങൾ അത് അംഗീകരിക്കുന്ന ആ ജനങ്ങളെ തന്നെ ശത്രുക്കളാക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ പാർട്ടിക്കാർക്കുള്ളത്. ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അറിയാൻ പറ്റും അത്രയും ഒരു വിരുദ്ധത ഇപ്പം മൊത്തത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പം വലിയ രീതിയിലുള്ളത്. കാരണം ഇത്രയും വെല്ലുവിളിച്ച് കൊണ്ട് പോകുന്നത് നമുക്ക് മാത്രമല്ല പാർട്ടി നൽകുന്ന സന്ദേശം എന്താണ്. ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ നേരത്തെ ആശയങ്ങളാണ് പ്രതിപാദിച്ചിട്ടുണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആക്രമണങ്ങളാണ് അവരുടെ രീതിയിൽ അങ്ങനെയാണ് അടിച്ചൊതുക്കുന്നത്. ആ രീതിയിലേക്ക് മാറിക്കഴിയും. അത് നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് വീണ്ടും കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബില്ലുസ്റ്റൊക്കെ ചർച്ച ചെയ്തതാണ്. അവിടെ ഇതാണ് സംഭവിക്കുന്നത്. ടീകോമിനെ ഏൽപ്പിക്കുന്നു, അവരൊന്നും ചെയ്തിട്ടില്ല, അവരെ ഏൽപ്പിച്ച കൃത്യമായ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ശരി, ഇതങ്ങ് ഞങ്ങളെ കരാർ അവസാനിച്ചു എന്ന് പറയേണ്ടതേ ഉള്ളൂ. കാര്യം അവർ നിർമ്മിച്ച കെട്ടിടങ്ങളെല്ലാം നമ്മുടെ തന്നെ ഇരിക്കും. ഇത് നേരെ തിരിച്ചാണ്. അവർ ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് പറയുകയാണ്, നിങ്ങളൊന്ന് ഒഴിഞ്ഞു തരാമോ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ നഷ്ടപരിഹാരം തരാമെന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത് നമ്മുടെ സാമാന്യ ബുദ്ധിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ പി ദിവ്യയെ വീണ്ടും പദവികളിലേക്ക് കൊണ്ടുവരാനുള്ള ഈ ഇവരുടെ നീക്കം നടക്കുന്നത്. ഈ പാർട്ടി സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർക്കെന്തും ചെയ്യാം. കൂടുതൽ പവർഫുൾ ആണ് കാണിച്ച് ആൾക്കാരെ ഭയപ്പെടുത്തി കാര്യങ്ങൾ. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടായ സംഭവം തന്നെ കണ്ടില്ലേ. സ്വന്തം പാർട്ടിക്കാരനാണ് കൈകാര്യം ചെയ്തെന്ന് ഓർത്താണ്. നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ CPM പാർട്ടി കുടുംബമാണ്. എന്നിട്ട് ആ പാർട്ടി കുടുംബത്തിൽപ്പെട്ട നവീൻ ബാബുവിൻ്റെ അടുത്ത് തന്നെ ഇത് ചെയ്തു. അതുപോലെ തന്നെയാണ് ഇപ്പം ഇവിടെ സംഭവിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലും ഒരു നാട്ടിലെ DF നേതാവായ അംഗപരിമിതനായ ഒരു വിദ്യാർത്ഥിയാണ് ഇവർ ഭയങ്കര ഭീകരമായ രീതിയിൽ ഇടിച്ചത്. ആ കുട്ടിയോട് പറയാണ്, ഈ കൊടിമരത്തിൻ്റെ മുകളിൽ കയറി കൊടിയേട്ടാൻ പറഞ്ഞാലേ കാല് സുഖമില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെ കൊടിമരത്തിൽ കയറാൻ പറ്റും? അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് പറയണ്ട. കാരണം കുറെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു ഗുണ്ടായുസം മാത്രം പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് ഇന്നത്തെ ന്യൂസ് സ്റ്റോക്ക് ചിലപ്പോൾ വ്യക്തമാകും. അപ്പം അത് വേറെ കാര്യം. അപ്പം നമ്മുടെ രീതി നമ്മൾ പറഞ്ഞു വന്നത് ഈ കണ്ണൂരിലെ കാര്യം. കണ്ണൂർ ശൈലിയുണ്ട് CPMനെ സംബന്ധിച്ച്. അവരുടെ കണ്ണൂർ രീതി അങ്ങനെയാണ്. കണ്ണൂരിൻ്റെ CPMൻ്റെ സ്റ്റൈല്, പ്രവർത്തന രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ജനങ്ങളെ നമ്മൾ ബാധിക്കേണ്ടല്ല. കാരണം പാർട്ടി ഗ്രാമങ്ങളുള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും അവർ വോട്ട് ചെയ്യും എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സുധാകരൻ ലീഡ് ചെയ്തു. അതൊരു വലിയ CPMനെ ഞെട്ടിച്ച സംഭവമാണത്. കാരണം അണികൾക്ക് അവർക്ക് പരസ്യ പ്രതിഷേധിച്ചാൽ അവർ ജീവിച്ചിരിക്കില്ലെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് വോട്ട് ചെയ്യുന്നതാണ്. വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പാർട്ടി ശൈലി എന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആക്രമണ ശൈലി ഇത് നമ്മളെ വലിയൊരു വിപത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മളെ ഈ ന്യൂസ് ടോക്കിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചയൊക്കെ വേറൊരു വിഷയം കൂടെയുണ്ട്. മണി ആശാന്റെ പ്രഖ്യാപനമാണ്. ആ ഒരു പ്രഖ്യാപനം തന്നെയാണ്. കാരണം എല്ലാം കണക്റ്റഡ് ആണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ. കാരണം നേരത്തേക്ക് നമ്മൾ പറയാം ഈ ഇപ്പം മുദ്രാവാക്യങ്ങളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ആവേശം. ഇപ്പം നേരെ അതൊന്നുമല്ല, ചോര കാണിച്ച് ചോര തെറിപ്പിച്ചൊക്കെയാണ് ഇവിടെ ആവേശം കൊള്ളിക്കുന്നത്. നമുക്ക് ഇപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് SFI എന്ന് തുടങ്ങി. ഇപ്പം നമുക്ക് നോക്കാം, കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അത് പറയാം. സിദ്ധാർത്ഥന്റെ മരണം ഇതുപോലെ തന്നെയാണ്. അവിടെ അടിച്ചും പിടിച്ചും ആ കുട്ടികൾക്ക് ഇപ്പം എന്ത് കിട്ടി? ഇപ്പം ആ കുട്ടികൾക്ക് വീണ്ടും പഠിക്കാൻ അവസരം ഉണ്ടാവുന്നു. ആ രീതിയിലേക്ക് കാര്യങ്ങൾ എപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ രക്ഷിക്കാനേ ശ്രമം നടക്കുകയുള്ളൂ. നമ്മൾ തന്നെ അന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ അന്ന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ തമ്പടിച്ച് കിടന്ന് വാർത്ത കൊടുക്കാൻ ഇപ്പം ആരും ഒന്നും ഓർക്കുന്നത് പോലും ഇല്ല ആ കുട്ടിയുടെ കാര്യം. ഇത്രയും ഏറ്റവും ക്രൂരമായ രീതിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പിന്നെ മരിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ, അയാൾ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ ആലോചിച്ചോളൂ. അന്ന് എല്ലാവരും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് തന്നെ ഇതെല്ലാം അറിയാം. കാരണം നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും സംഘടനകളാണെങ്കിലും ഒക്കെ തന്നെ കുറച്ച് ദിവസം ഈ ഒരു സംഭവം നടക്കുമ്പം ആ ഇരയുടെ ഒപ്പം നിൽക്കും. പിന്നെ അവരൊക്കെ മറന്നു. എല്ലാവർക്കും ഓരോ വേറെ ആവശ്യങ്ങളുണ്ട്, അവരവരൊഴുകി പോകുന്നൊക്കെ നന്നായിട്ട് അറിയാം. ഇത് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി പോകുന്നുണ്ട്. കാരണം ഈ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്ന സമയം വരെ മൗനം പാലിക്കുക, അതിനുശേഷം നടപടി ആക്ഷൻ നടത്തുക. PP ദിവ്യയുടെ കാര്യത്തിലും അത് തന്നെയാണ്. കണ്ണിൽ പൊടിയിടാൻ മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ താൽക്കാലികമായിട്ട് അവരെ പുറത്താക്കി. പിന്നെ ഇതാ ഇപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചു എന്ന് കരുതിയപ്പോൾ അവർ വീണ്ടും അതിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയ ഒരു പദവിയിൽ എത്തുകയും ചെയ്തു. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇവിടെ എന്ത് പറയാനാണ്, ഇവിടെ ആർക്കും എന്തും ചെയ്യാം. അക്രമം കാണിക്കുന്നവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കയ്യൂക്കിന്റെ ബലത്തിലുള്ളവർക്ക് രാഷ്ട്ര പദവി അല്ലെങ്കിൽ സീറ്റ് ഉണ്ട് എന്ന രീതിയിൽ. കണ്ണൂരിൽ തന്നെ നമ്മൾ വേറെ നേതാവിന്റെ കാര്യത്തിൽ അറിയില്ല, CKP പത്മനാഭൻ. അദ്ദേഹം പറഞ്ഞ നേതാവിൻ്റെ പരാതി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഒഴിവാക്കി കമ്മിറ്റിന്നല്ല. അപ്പോൾ ഈ കുറ്റം ചെയ്തവൻ രാജാവും ഇത് ചൂണ്ടിക്കാണിക്കുന്നവനോ പരാതി കൊടുക്കുന്നവനോ മോശക്കാരനുമായി മാറുന്ന അത് നമ്മുടെ നാട്ടിലെ പല പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ച ദുരന്തം തന്നെയാണ് CPM സംഭവിക്കുന്നത്. പശ്ചിമ ബംഗാളിലും അല്ലെങ്കിൽ ത്രിപുരയിലും ഒക്കെ ഉണ്ടായ അതിൻ്റെ വിധിയായിരിക്കും ഇവിടെ കാത്തിരിക്കുന്നത്. ഇവിടെ അവർക്ക് ഒരു നേട്ടമുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം ഒന്നും അല്ല എന്നുള്ളതാണ്.
ഇക്കണക്കാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അടുത്ത് വീണ്ടും മൂന്നാമത് LDF സർക്കാരിന് ഒരാളെ സാധ്യതകളെ പറ്റുകയില്ല. അതെ, പ്രതിപക്ഷം പറയുന്നുണ്ട് പല കാര്യങ്ങളും, അവർ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളും നടക്കുന്നത്. ഈ ദിലീപടക്കം കാര്യത്തിലടക്കം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഏതൊരു കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും രാഷ്ട്രീയം അത്യാവശ്യം നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനും കഴിയും. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു നമുക്കിപ്പം ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ എന്തെങ്കിലും കാണിച്ച് അതുവഴിയുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാണിച്ച് മാധ്യമ വാർത്തയിലൂടെയൊക്കെ മാത്രമേ സർക്കാരിന് മുന്നിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നേരിട്ട് ഒരാൾക്ക് ഇറങ്ങി തിരിക്കാന്ന് വെച്ചാൽ അവനെ അടിച്ചിരുത്തുവാണ്. അത് വേറെ കാര്യമാണ്. അതാണ് മണിയാശാൻ പറഞ്ഞത്, അടിച്ചാൽ തിരിച്ചടിക്കണം. അല്ലെങ്കിൽ നമ്മൾ മോശക്കാരായി പോകുന്നത്. മാത്രമല്ല ഈ തിരിച്ചടിക്കുമ്പോൾ അത് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കുന്ന തരത്തിലായിരിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്നുള്ളത്. അടിച്ചാൽ തിരിച്ചടിക്കണം. നമ്മളൊരു കാര്യം ഓർക്കണം, MM മണി അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു MLA ആണ്, മുൻ മന്ത്രിയാണ്. അപ്പോൾ ഒരു ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇത്തരത്തിലുള്ള ഈ ആക്രമണങ്ങൾക്ക് ആഹ്വാനം നൽകുന്നത് ശരിയായ നടപടിയല്ലല്ലോ ഒരിക്കലും. കാര്യം അദ്ദേഹം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ്, നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത അംഗമായ ഒരാളാണ്. അങ്ങനെ ഒരാൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ അടിക്കുമെന്ന്. പരസ്യമായിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ പാർട്ടിക്ക് തന്റെ അണികളോട് എന്തായിരിക്കും രഹസ്യമായിട്ട് പറയുന്നത്? അതെ, മാത്രമല്ല ഞങ്ങളെല്ലാവരും അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്, നിന്ന് അടിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മാത്രമല്ല നമുക്ക് അദ്ദേഹത്തിൻ്റെ പഴയ പ്രസംഗം ഓർമ്മയുണ്ടല്ലോ, അതിന് 1 2 3 4 അന്ന് അദ്ദേഹം ഇതെല്ലാം വിളിച്ച് പറഞ്ഞു. അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, കൊന്നവരുടെ ലിസ്റ്റ് തന്നില്ലേ എന്ന്. ആ രീതിയിലേക്ക് ആക്രമണ ശൈലി നേരത്തെ പറഞ്ഞതാണ്, ഇത് അതുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ തോക്കും വടിയും ഒക്കെ ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രമസമാധാനമൊക്കെ എങ്ങോട്ട് പോകും? പിന്നെ എല്ലാവർക്കും അടി. ഇപ്പം ഒരു കാര്യം നോക്കി രമ്യമായി പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഇനിയിപ്പം റോഡിൽ നാളെ ഇപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയാണ്, ഒരു വണ്ടി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ നേരെ അവനെ കൊത്തി കുടലെടുക്കണമെന്ന് പറയണോ അതോ അവരെ പറഞ്ഞു തീർക്കണോ? അങ്ങനത്തെ രീതി. കാരണം ഇവിടെ ഇപ്പം കാലം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അല്ല, നമ്മൾ ആലോചിച്ചോക്കെ, നമ്മൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ദിവസവും. എന്തെങ്കിലും നിസ്സാരം ചോദിച്ചാൽ പിച്ചാത്തിയെടുത്ത് കുത്തി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി പൈസ എവിടെയെന്ന് ചോദിച്ചാൽ വടിവാളെടുത്ത് കുത്തി ഹോട്ടലിൻ്റെ അവസരം എന്നൊക്കെ കിടക്കുന്നില്ലേ? ആ അവസ്ഥയിലേക്ക് കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ഇതിനകത്തൊരു ലേബലുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരു ആക്രമണമാണ്, നിനക്ക് SFI കാരനാണ് ഞാനും, അല്ലെങ്കിൽ DYFI കാരനാണ് കളി, അല്ലെങ്കിൽ KSU കാരനാണ് കളി, ഇരു അഡ്രസ്സ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം, അവരെ പിന്തുണയ്ക്കാൻ നേതാക്കൾ എല്ലാവരും ഉണ്ട്, സഹായിക്കാൻ പോലീസുകാരുണ്ട്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇതെല്ലാം വരുമ്പോൾ ഇന്നത്തെ ഒരു ഒറ്റ ഈ 2-3 വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആക്രമിച്ച് മാത്രമേ കീഴടക്കാൻ പറ്റുള്ളൂ എന്ന രീതിയിൽ. ഇപ്പം മനുഷ്യനെ സഹായിക്കേണ്ട പകരം ഈ രീതിയിലൊക്കെ ആക്രമിച്ച് ചെയ്ത് നിലനിൽക്കാൻ അത് ആ രീതിയിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്കാണ്. സ്നേഹത്തിന്റെ കട തുറന്നു വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സ്നേഹമൊന്നുമില്ല, ഇതാണ് കട. അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. അപ്പോൾ ഇത് ഒരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധിത്തരം ഇങ്ങനെ പറയുന്നത് ശരിയായ നടപടിയല്ല. ഇവരൊന്നുമില്ലെങ്കിൽ ഇവരെ മഹാന്മാരായ ഇവരുടെ സ്ഥാപക നേതാക്കന്മാരെ കുറിച്ച് ഓർക്കണം. AKG ആണെങ്കിലും P കൃഷ്ണനാണെങ്കിലും EMS അങ്ങനെയൊക്കെയുള്ള വലിയ ആളുണ്ടായിരുന്നല്ലോ. അവരാരും ഇത്തരത്തിലുള്ള ആഹ്വാനം നടത്തുന്നവരായിരുന്നില്ല. അവരുടെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു, എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് നമ്മൾ ഇന്നും കാണുന്നത്. ഇന്നത്തെ നേതാക്കന്മാർ മാത്രം ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ കഷായം കുടിച്ച പോലെ ഇരിക്കുന്നത്. പഴയ നേതാക്കന്മാരെല്ലാവരും അവരവിടെ ചിരിക്കുന്ന നല്ല രസമുള്ള ഫോട്ടോകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അവരെ EMS കണ്ടിട്ടുണ്ട്, നമ്മൾ മറ്റൊരു നമ്മൾ കണ്ടിട്ടില്ല. P കൃഷ്ണപിള്ളയോ അല്ലെങ്കിൽ AKG നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അവരെല്ലാവരും ചിരിച്ച് വളരെ നിഷ്കളങ്കമായ മുഖമുള്ളവരാണ് പലരും. പക്ഷേ അതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഒരുപക്ഷെ കണ്ണൂരിൽ നിന്ന് പണ്ട് തുടങ്ങിയ കണ്ണൂരിലാണ് CPM മറ്റ് രാഷ്ട്രീയ അന്ന് അടിയും കുസ്തി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുടങ്ങിയത്. അവിടെ നിന്ന് വന്നൊരു വരവാണെന്ന് തോന്നുന്നു. പിന്നീട് അത് സംസ്ഥാന വ്യാപകമായി എല്ലായിടത്തും. കാരണം അന്ന് നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ എല്ലാ ജില്ലകളിലും അന്ന് ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ വളരെ സൗമ്യരും വളരെ സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് കാര്യങ്ങൾ അങ്ങ് പോയത്, അടിക്കടി. ഈ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പോലെ അതുപോലെ തന്നെ ഈ കോളേജ് മുതലാണ് ഒരാളുടെ രാഷ്ട്രീയം എന്ത് വേണം തീരുമാനിക്കാനുള്ള ഒരു പ്രായം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ ഇവരുടെ ഒരു രീതി, എനിക്ക് KSUവിൻ്റെ കാര്യം പറയാം, പക്ഷേ ഞാൻ പഠിച്ചത് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കോളേജൊക്കെ ആയിരുന്നു തന്നെ നമുക്ക് അറിയാൻ പറ്റും. അവിടുത്തെ രീതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ഈ SFI എന്ന് പറയുന്ന രീതി എന്ന് പറയുമ്പോൾ ഈ അടി പിടി അതുപോലെ തന്നെ ആ ഒരു പവർഫുൾ കാണിച്ചിട്ടുള്ള ഒരു രീതിയാണ്. ചെഗുവേരയുടെ പച്ചകുത്തി അല്ലെങ്കിൽ ചോര കൊണ്ട് ഇത് എഴുതി ആ രീതിയിലൊക്കെയുള്ള ഒരു രീതിയിൽ ഇപ്പം നമുക്കറിയാം ഇവിടുത്തെ സിനിമകൾ പോലെ നോക്കിയാൽ മനസ്സിലാവും. KGF പോലുള്ള സിനിമകളാണ് ഇവിടെ വൻ ഹിറ്റ്. കാരണം യുവാക്കളുടെ മനസ്സ് കീഴടക്കാൻ ഇത്തരം വൈകാരികമായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ഒരു രീതിയിലേക്കാണ് അവരുടെ കാര്യം പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം യുവാക്കളെ കീഴ്പ്പെടുത്തി എന്ന പോലെ തന്നെ ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് കുടിയേറണമെങ്കിൽ ഹീറോ പരിവേഷം കിട്ടണമെങ്കിൽ ഈ രീതിയിലേക്ക് പോകണം എന്നൊരു കാഴ്ചപ്പാടാണ്. പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറയൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ ജീവിക്കാൻ പേടിയാണ്. അതുകൊണ്ടാണ് പലരും ഇവിടെ നിന്നൊക്കെ ഇപ്പോഴും ആ രീതിയിലേക്ക് ഇവർ ഈ ആക്രമണം കൊണ്ട് ഇങ്ങനെ മുന്നേറാമെന്ന് കരുതിയെങ്കിൽ അത് തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഇവിടെ നമ്മൾ പ്രതിപക്ഷം അതിനനുസരിച്ച് ഉയരുന്നില്ല എന്നൊരു ഇതും കൂടെ ഉണ്ട്. അതിനകത്ത് ഞാൻ പറയുന്നത് ഇപ്പോൾ അടിക്ക് തിരിച്ചടി കൊടുക്കണമെന്നല്ല,
നമുക്ക് ജനങ്ങളായിട്ട് കുറെ നമുക്ക് നമ്മുടേതായ സമര രീതികളുണ്ട്. ആ ആശയ സംഘടനം എന്നൊരു സംഗതിയുണ്ട്. അത് ഇവർക്ക് അറിയില്ല. അല്ല, മാത്രമല്ല ഇന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ കണ്ടില്ലേ സർക്കാർ തിരിച്ചടി കിട്ടിയത്. എല്ലാത്തിനും കേന്ദ്രത്തെ കുറ്റം പറയും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നമ്മളെ വിഡ്ഢികളാക്കാൻ നോക്കണമെന്ന് കോടതി ചോദിക്കുന്നില്ല അവസാനം. അത് ശരിയല്ല. കണക്കവിടെ നിൽക്കുമ്പോൾ ഇതിന് കൃത്യമായ കണക്ക് വഴക്കൊന്നുമില്ല. ഈ കണക്ക് കൊണ്ട് കൊടുക്കാതെ, കൃത്യമായ കണക്ക് കൊടുക്കാതെ കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിന് ദുരിതാശ്വാസ അനുവദിക്കാൻ കഴിയുക എന്നുള്ള സ്വാഭാവിക ഒരു ചോദ്യമല്ലേ. നമുക്ക് ഉച്ചയൂണിന്റെ സ്കൂളിലെ ഉച്ചയൂണിന്റെ കാര്യത്തിൽ ഇതേ ആശങ്ക തന്നെയായിരുന്നു നിന്നിരുന്നത്. കാരണം ഉച്ചയൂണ് നിന്നപ്പോൾ കേന്ദ്രത്തെ കുറ്റം പറയൂ, കേന്ദ്രം പറയൂ കണക്ക് തരാം. കണക്കവിടെ നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കം പ്രശ്നമൊക്കെ ഉണ്ടായി. അവർ ഉടൻ തന്നെ കണക്ക് കൊടുത്തു കൃത്യമായിട്ട്. ഞങ്ങൾക്ക് എന്താണ് ആവശ്യം അതിങ്ങി കൊടുത്തു, പൈസ അപ്പം അനുവദിച്ചു. കണക്ക് കൊടുക്കാതെ ലോകത്ത് ഒരു സ്ഥാപനത്തിൽ നമ്മുടെ ജോലിയുടെ സ്ഥാപനത്തിൽ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നിട്ട് ഒരു കണക്കും വഴക്കില്ലാതെ താമസിച്ച ഹോട്ടലിൻ്റെ ബില്ലോ അല്ലെങ്കിൽ ഭക്ഷണം ഒന്നുമില്ലാതെ വന്നിട്ട് ശരിക്കും പൈസ ചെയ്താന്ന് പറഞ്ഞാൽ ആരെങ്കിലും ലോകത്ത് കൊടുക്കും? അല്ല, അതിനൊരു കണക്ക് വേണം. സർക്കാരാണ് ഇത് എല്ലാ കാര്യത്തിനും. അതിൻ്റെ നമ്മളിനെ കണ്ടില്ല, ആദ്യം ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ. അതിലെന്താണ് ഒരു ഡെഡ് ബോഡി അടക്കം 75,000 രൂപ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്യുന്നത്, പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള പരിപാടികളും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവർ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു കടുംപെട്ട് പരിപാടിയാണോ എന്ന് സംശയിക്കാനുണ്ട്. പോകുന്നതിന് മുമ്പേ പരമാവധി എല്ലാം തീർത്തിട്ടങ്ങ് പോകുക എന്നുള്ളതാണ്. പക്ഷേ തിരിച്ചു വരുവാണെങ്കിൽ ഇവർ പെട്ടും പോകും. അതെ, പക്ഷേ ഇത് മൊത്തത്തിൽ ആകെപ്പാടെ നമ്മളെയാണ് വല്ലാത്ത രീതിയിൽ അത് ബാധിക്കുന്നത്. കാരണം നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ഗുണ്ടാരാജ്യം പറയുന്നുണ്ട്. ഒരു എന്ത് പറയാനാണ്, കൃത്യമായ ഒരു ഭരണത്തിന്റെ അല്ല നമ്മൾ കീഴിൽ ജീവിക്കുന്നത്. നമ്മളൊരു ഇപ്പം ഒരു ഭയത്തിലെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റോഡിൽ ഇറങ്ങിയാൽ തന്നെ പേടിക്കേണ്ടതുണ്ട്. ഇപ്പം റോഡിൽ ഇറങ്ങിയാൽ എങ്ങനെ ജനത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാന്ന് പറയുന്നത് AI ക്യാമറകൾ വെച്ചിട്ടുള്ള ഇവിടെ തന്നെ നോക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ ഈസ്റ്റ് റോഡിൽ ഒരു ആക്സിഡന്റ് നടന്നു. AI ക്യാമറ പോലുള്ള സംഭവങ്ങളും അത്യാധുനിക രീതികളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവിടെ ആക്സിഡന്റിന് കുറവില്ല. കഴിഞ്ഞ ഈ ഒരാഴ്ച കഴിഞ്ഞ ഒരു 6 ദിവസത്തെ ആക്സിഡന്റ് കണക്കെടുത്താൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. കേരളത്തിലെ മാത്രം തന്നെ ഓരോ ദിവസം ഒരു ഇത്രയും ആളുകളാണ് പൊലിഞ്ഞത്. അപ്പൊ എന്താണ് ഇവിടെ AI ക്യാമറ കൊണ്ടോ എന്തെങ്കിലും ഗുണമുണ്ടോ? അത് ആർക്കാണ് അതിന്റെ നേട്ടം കിട്ടുന്നത്? അതും സർക്കാരിന്റെ കീശയിലേക്കാണ് പോകുന്നത്. അത് കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷേമം ഉണ്ടായിട്ടുണ്ടോ? റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് കുറെ കാലം ഇതുവരെ ശരിയാക്കിയിട്ടില്ല അതിന്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അത് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും മറുസൈഡ് ഇവിടെ റോഡിന് ലൈറ്റ് തെളിയിക്കാനും മറ്റേ ഒരു അവാർഡ് വാങ്ങിച്ചതിനെ കുറിച്ച് അതിന് പുളകം കൊള്ളാനും മാത്രം പറ്റുന്നുണ്ട്. ഇവിടെ അതാണ് നമുക്ക് പ്രശ്നം. നമുക്ക് ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ആവശ്യങ്ങൾ നികത്താൻ അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും ചെയ്യാതെ ഈ താത്വികമായ പ്രസംഗം ചിറ്റോ, ഈ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ ഒരു വലിയ പ്രമാദമായ കേസിൽപ്പെട്ട് പദവി രാജിവെക്കേണ്ട ആൾ ഉടൻ തന്നെ പിറ്റേന്ന് 3 ദിവസം കഴിയുമ്പോൾ വലിയ പദവി തിരിച്ചു കൊടുക്കുകയോ ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത് ഈ പണ്ട് നമ്മളെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇപ്പം റഷ്യയിലും അല്ലെങ്കിൽ ചൈനയിലും ഒക്കെ തന്നെ സംഭവിച്ചിരുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റൊക്കെ തന്നെയാണ് കാര്യം. പക്ഷേ അവിടെ ഒന്നും അവർ തീരുമാനിക്കും. ഇപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു, അവരുടെ പാനൽ കൊണ്ടുവരും. ഈ പാനൽ ആരെങ്കിലും എതിർക്കുമോ? എതിർത്താൽ 50 പേരും അറിയും, അത്രയേ ഉള്ളൂ. മറ്റേ സന്ദേശത്തിൽ കുമാരനുള്ള സാറ് പറയുമല്ലോ, അറിയാമല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി, അച്ചടക്കം അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ അതാണ് പരിപാടി. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ ഇത് എവിടെ നിന്ന് അവസാനിക്കുന്നൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലെ ഒരുപാട് കാലമായി CPM ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെ കാർഡിൽ പിന്തുണ നിൽക്കുന്ന ആളുകളൊക്കെ പാർട്ടി എന്താണ് ചെയ്യുന്നുള്ള ചോദ്യം രംഗത്തിറങ്ങി തുടങ്ങി. അതെ, നമുക്ക് നമ്മുടെ G. സുധാകരന്റെ കാര്യം പറയാം. ഇതിനൊക്കെ മെയിനായിട്ട് നമുക്കൊരു പോയിന്റ് ആയിട്ട് പറയാൻ പറ്റിയ ഒരാളാണ്. കാരണം ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ നമുക്ക് വിശേഷിപ്പിക്കാന്നുള്ളത്. അഴിമതിയൊന്നും അധികമില്ല, അല്ല അഴിമതി കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു വ്യക്തി. ആ രീതിയിലേക്ക് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ചാഞ്ചാട്ടം തന്നെ ഇതിനകത്തുള്ള നമുക്ക് മൊത്തത്തിൽ കേരളമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. അദ്ദേഹത്തിന് പിന്നിൽ അണിനിർത്താം. കാരണം അദ്ദേഹത്തിന്റെ മനസ്സാണ് കേരളത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെല്ലാം ഒരുപാട് വിശ്വസിക്കുന്നു. അതിന് അത്രയും ജനകീയരായിട്ടുള്ള നേതാക്കളുള്ളപ്പോൾ അവിടെ നിന്ന് മാറി ഒരു പിണറായി സത്തിലേക്ക് മാറിയപ്പോൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. തനിക്കെതിരെ ഉയർന്ന് എല്ലാവരെയും അടിച്ചു നിൽക്കുക എന്നുള്ള രീതിയിലേക്ക് മാറി കമ്മ്യൂണിസം എന്നുള്ള പേര് പിണറായി സത്തിലേക്ക് മാറി. അതിതാണ് കാരണം മര്യാദ ഉണ്ടെങ്കിൽ യോഗ്യത ഉള്ളതിനൊക്കെ ചവിട്ടെടുത്ത് വെളി കളയുക, അല്ലെങ്കിൽ അവൻ അടിച്ച് ഓടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ആക്രമണ ഭീഷണി മുഴക്കുക. അതല്ലെങ്കിൽ വലിയൊരു കൊലക്കേസിൻ്റെ പേരിൽ പദവി രാജിക്കേണ്ടുന്ന ആളുടെ 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും അതുപോലെ സ്ഥാനത്തോട് നിർത്തുക. ഇതൊക്കെ തന്നെ ഇത് കേട്ടുകളില്ലാത്ത കാര്യമാണ് കേരളത്തെ സംബന്ധിച്ച്. ഒരുപക്ഷെ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെങ്കിലും ഇപ്പോൾ തിരിച്ചവർ ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഉണ്ടല്ലോ അവർ ഞെട്ടിപ്പോവും. ഇതെന്താണ് സംഭവം നടക്കുമെന്ന് മനസ്സിലാവില്ല. കാരണം ഈ CPM സംബന്ധിച്ച് സൈദ്ധാന്തിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് സങ്കല്പം. പണ്ടങ്ങനെ തന്നെയായിരുന്നു. ഇതിന് അധികാരം കിട്ടിയതോടെയാണ് ഇത് മാറിയെന്നാണ് പല ആളുകളും പറയുന്നത്. ഈ വിപ്ലവം വരും എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. വിപ്ലവം വരും അവസാനം അന്ത്യം. പക്ഷേ ഇനി വിപ്ലവം ഇന്ത്യയിൽ എവിടെ വരും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഈ വിപ്ലവം നടത്താണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ആ പടം 3 സംസ്ഥാനങ്ങളിലായിട്ട് ഒതുങ്ങിയിരുന്നു. അത് ചുരുങ്ങി ഇപ്പം കേരളത്തിലേക്ക് മാത്രമായി. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിലും തീരും.
ഇതാ പ്രബുദ്ധ കേരളം എന്ന് പറയുമെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ മാത്രം ഇപ്പോഴും ഒരു തിരിച്ചറിവിന് വൈകി പോകുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇതിനകത്ത് വേർതിരിവൊന്നും പറയുന്നില്ല, രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല. പക്ഷേ ഇവിടുത്തെ രീതികൾ നോക്കുമ്പോൾ കുറച്ച് വിചിത്രമാണ്. മാത്രമല്ല പാർട്ടിയിലുള്ളവർക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. മാത്രമല്ല ഈ ഇവിടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം 2 മുന്നണികളുണ്ട്, ഒന്ന് NDAയും ഒന്ന് UDFും. ഇവരെന്താണ് ചെയ്യുന്നത്? ഇത് ഈ അവസരം കൃത്യമായി മുതലെടുക്കാൻ പറ്റിയോ എന്ന് BJPക്കാണ്, NDAക്കാണ്. അവരൊന്നും ചെയ്യുന്നില്ല. അവർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് നേതൃത്വമില്ല, അതൊന്നുമില്ല. UDFിൽ കൂട്ടയടിയാണ്. ഇനി അടുത്ത് ഭരണം കിട്ടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കുറച്ചായിരിക്കും ഒരു ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ദിവസങ്ങളായി തുടങ്ങാൻ പോകുന്നത്. അവിടെ KPCC പുനഃസംഘടന പോലൊന്നും ആയിട്ടില്ല. ശക്തമായ ഈ സർക്കാർ ഇത്രയും കാണുന്ന കറണ്ട് ചാർജ് കൂട്ടി, വൻതോതിൽ കൂട്ടി, എന്നിട്ട് പോലും അതിനെതിരെ ഒന്ന് കണ്ട് പന്തം കൊളുത്തി പ്രകടനം കാണുന്നുണ്ടെന്നാണ് കോൺഗ്രസിൻ്റെ. ഒരു പന്തം കൊളുത്തി പ്രകടനം നടത്തി എന്ത് സംഭവിക്കും? നേരെ തിരിച്ച് കേരളത്തിൽ UDF ആണ് ഭരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ അന്നാണ് നടന്നതെങ്കിൽ എന്താണ് അതിന് അവസ്ഥ? CPM പ്രതിപക്ഷത്താണെങ്കിൽ. മാത്രമല്ല ഇടതുമുന്നണിയിലെ തന്നെ മറ്റുള്ള പാർട്ടിക്കൊന്നും ഒരു കാര്യമില്ല. CPI ഉൾപ്പെടെയുള്ള ആരും ഒന്നും മിണ്ടുന്നതുമില്ല. അവരെന്ത് പറയാൻ? എല്ലാവരും കിട്ടിയ കസേരയിൽ സന്തോഷിച്ചിരിക്കുകയായിരിക്കാം. അത്യാവശ്യം ഈ സത്യസന്ധരായ നേതാക്കൾ തന്നെയാണ് ഇപ്പോഴും CPIയിലുള്ളത്. അവർ അഴിമതിക്കാരൊന്നുമല്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അവിടെ അത്ര ഇപ്പോൾ PP ദീപിയെ വീണ്ടും കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആ ജില്ലാ പഞ്ചായത്തിൽ CPI അംഗങ്ങളൊക്കെ കാണും, ഇടതുപക്ഷത്തിൻ്റെ പല ഘടകകക്ഷികളും കാണും. ആര് ചോദിക്കും? ആരും ചോദിക്കാൻ ആരുമില്ല. അതുതന്നെയാണ് മണിയാശാൻ ഇത്രയും ഇങ്ങനത്തെ പ്രഖ്യാപനം നടത്തി. അടുത്ത LDF യോഗം കൂടുമ്പോൾ ഇവരാങ്കിലും പറയും മണിയാശാൻ പറഞ്ഞാൽ ശരിയായില്ല, ഒരു ജനപ്രതിനിധി ഒരിക്കലും ഈ രീതിയിൽ മാറി ഭീഷണി മുടക്കണം ശരിയല്ല എന്ന് ആരെങ്കിലും പറയും? ആരും പറയില്ല. ഈ വിഷയം പോലും ഉന്നയിക്കില്ല. ഇത് ഈ സമയത്താണ് നമ്മൾ ഈ പഴയകാല നേതാക്കന്മാരുടെയൊക്കെ ഒരു അഭാവം മനസ്സിലാവുന്നത്, അവരൊക്കെ ഒരു ഇൻറ്റഗ്രിറ്റി മനസ്സിലാവണമെന്ന് നമുക്കിപ്പോഴാണ്. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിസ്സഹായരാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ അതെ നമുക്ക് പ്രതീക്ഷിക്കാൻ മാത്രമേ വകുപ്പുള്ളൂ. പക്ഷേ കേരളത്തിലെ ഭരണകക്ഷിയും സർക്കാരും ഒക്കെ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. ഒരു വലിയ കേസിൽപ്പെട്ട ആളിന് രാജിവെക്കുന്ന ആളിനെ വീണ്ടും പദവി തിരിച്ചു നൽകുക, വേറൊരു MLA ഭീഷണി മുഴക്കുക, ഞങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഭീഷണി മുഴക്കുക, സർക്കാർ കോടതിയിൽ പോയി ഈ ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിൽ പോലും നാണം കെട്ട് നിൽക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും. പിന്നീട് എന്തിനാണ് സർക്കാർ നമ്മൾ സ്വാഭാവികം നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അന്തം വിട്ട അവസ്ഥയാണ്. ഇതാണ്ട് പ്രതിപക്ഷമെങ്കിലും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത് ഈ പോകുന്ന വഴിക്ക് സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഇനി അങ്ങോട്ട് ഈ കൂട്ടത്തോടു കൂടിയുള്ള ഈ പരിപാടികളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. ഏതാണെങ്കിലും അത് കേരളത്തിലെ ജനങ്ങളെ തന്നെയായിരിക്കും ആത്യന്തികമായി ദോഷകരമായി ബാധിക്കുക. നമസ്കാരം.